നമസ്കാരം. ജാക്സൺ ചുങ്കത്തിയ. കഴിഞ്ഞ ദിവസം ഒരു സംഭാഷണത്തിനിടയിൽ ഒരാൾ ചോദിച്ച ഒരു കാര്യമാണ്, അതായത് സർക്കാരെല്ലാം ചെയ്യുന്നുണ്ട്, ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്നുള്ളത്. സത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വെച്ചാൽ മുമ്പ് നടന്നതിന്റെ പല പദ്ധതികളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ടാവാം. പക്ഷേ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചനകളോ അതിനാവശ്യമായ എന്തെങ്കിലും പ്രവൃത്തികളോ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകൾ, അതായത് ഇപ്പൊ നമ്മള് സർക്കാർ ഉദ്യോഗസ്ഥര് പോലെയുള്ള ആൾക്കാര് അവർക്കൊക്കെ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. അതില്ലാന്ന് ഞാൻ പറയില്ല. അവരുടെ ഡ്യൂട്ടി സമയം കുറയ്ക്കണം, ദിവസം കുറയ്ക്കണു, പണിയെടുക്കണ്ടെന്ന് പറയണു, കാശ് കൂടുതൽ കൊടുക്കാന്ന് പറയണു. അതായത് നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ കാശ് ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുക്കാൻ റെഡിയാണ്. കാരണം ഞങ്ങളുടെ ആൾക്കാർ അധികം വൈകാതെ ജയിലിലാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ കൂടുതൽ ജയിലിലുണ്ട് എന്നൊക്കെയാണ് ഈ പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, മലയാളിക്ക് ബോധമില്ലാത്തതുകൊണ്ട് വരുന്നെന്ന് വീണ്ടും വോട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളിയുടെ അർഹത അത്രയേ ഉള്ളൂ. അപ്പോ ഒരു ജീവൽ പ്രശ്നം, വളരെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം പറയാണ്. ഒരു മനുഷ്യൻ മിസ്സായാൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒന്ന് മിസ്സായാൽ എന്താണ് നമ്മുടെ സംവിധാനത്തിന് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം കേസുകളിലും അലംഭാവം എന്നുള്ളതാണ്. കാരണം പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും സ്റ്റേഷനുകളിലൊക്കെ ഇരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു റെസീറ്റ് പോലും കൊടുക്കാതെ അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഇതാക്കുക എന്നൊക്കെ അല്ലാതെ അതിന്റെ ഫോട്ടോ കാര്യങ്ങൾ ചിലപ്പോൾ അത് പോലും മേടിച്ചു വെക്കാനൊക്കെ മടിയുള്ള ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ എന്തിനാണ് ഈ സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പോലീസുകാരുടെ അവരുടെ ഇന്നർ ഫീലിംഗ്. അതായത് എന്തിനാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ബേസിക്കലി നമ്മൾ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം പണിക്ക് വന്നാൽ ആ ഒരു ദിവസം നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്, ആ ഒരു ദിവസം കൂടി വരാണ്ടിരുന്നൂടെ എന്ന് പറയാനുള്ള മനസ്സ് അവർക്കുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾ മിസ്സായാൽ എന്ത് സംഭവിക്കും എന്നത് ഭയങ്കര സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇവരെ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനോ ഇല്ല. ഇനി ഏതൊക്കെ വഴിക്ക് ഒരാളെ കിട്ടാം, അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആക്സിഡന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ കിട്ടാം, ഏതെങ്കിലും മറ്റേ സ്ഥലങ്ങളിൽ ആൾക്കാർ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പോലീസ് വേറെ എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ റെയിൽവേ സ്റ്റേഷൻ മറ്റേതൊക്കെ നിൽക്കുന്ന ഏതെങ്കിലും കേസുകളിലൊക്കെ അല്ലെങ്കിൽ അനാഥ ശവങ്ങൾ കിട്ടുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവാം. ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കാൻ ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ലോക സമാധാനത്തിന് 2 കോടി കൊടുക്കാൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ എന്താ പറയാ, ഓരോരുത്തരുടെ പേരിൽ പ്രതിമ പണിത് കാക്കതൂറാൻ വേണ്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നല്ല ചെയ്യാറ്, അതിനും കാശുണ്ട്. ഇത്തരത്തിലെ ഒരു ജീവൽ പ്രശ്നം, സാധാരണക്കാരന്റെ പ്രശ്നത്തിന് എവിടെയാണ് അഡ്രസ് ചെയ്യാൻ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ആവശ്യങ്ങൾ സാധാരണ മനുഷ്യർക്കുണ്ട്. അതിലേക്കൊന്നും ഒരു തരത്തിലുള്ള സഹായം ചെയ്യാതെ നമ്മുടെ പണം ദൂർത്തടിച്ച് പണ്ട് നടത്തിയ ഏതോ പരിപാടികൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംവിധാനം, അതിന് മേലെ ഒന്നും നടക്കുന്നില്ല. താങ്ക് യു.